ഏത് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ആണെങ്കിലും അത് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ മനസ്സ് നമുക്കറിയാനായിട്ട് സാധിക്കണം. ഈ കസ്റ്റമറുടെ മനസ്സ് റീഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ എക്സിബിഷൻ സ്റ്റോളിൽ എന്തിനാ പോയി നിൽക്കുന്നത്, അതൊക്കെ സ്റ്റാഫ് മെമ്പേഴ്സ് പോയി ചെയ്യില്ലേ? ഞാൻ എക്സിബിഷൻ സ്റ്റോളിൽ പോയി നിൽക്കുന്നത് ഒരു കാരണവശാലും ഫ്ലാറ്റ് വെക്കാനായിട്ടല്ല. ഞാൻ അവിടെ കാണുന്നത് എൻ്റെ ഫ്യൂച്ചർ കസ്റ്റമറെയാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ താല്പര്യങ്ങൾ അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. പലരും ചോദിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും പല കസ്റ്റമേഴ്സും ഈ 7,000-8,000 ഫ്ലാറ്റ് നമ്മൾ വിറ്റിട്ടുണ്ട്. ആ കസ്റ്റമേഴ്സ് പോലും ചോദിക്കാത്ത പുതിയ ചോദ്യങ്ങളാണ് പല പുതിയ കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളിലെല്ലാം നമുക്കൊരു ഇൻപുട്ട് കിട്ടുകയാണ്. ആ ഇൻപുട്ട് നമ്മൾ നടപ്പിലാക്കുമ്പോഴാണ് ഈ കസ്റ്റമേഴ്സ് കൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു കസ്റ്റമർ അറിയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ മന്ത്ലി മീറ്റിങ്ങുകൾ. ഞങ്ങൾ കസ്റ്റമർ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ മുഴുവൻ ടീം മെമ്പേഴ്സും പങ്കെടുക്കുന്ന മീറ്റിംഗിൽ ഈ കസ്റ്റമർ കൂടി ഇരിക്കും. കഴിഞ്ഞ മാസം ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്ത മാസം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു കസ്റ്റമറെ കൂടെ വിളിച്ചിരുത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ സീനിയർ മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു, ഇങ്ങനത്തെ റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളുടെ ഇന്റേണൽ രഹസ്യങ്ങളും ബിസിനസ് രഹസ്യങ്ങളും ഒക്കെ പുറത്തു പോകില്ലേ, അവർ ബുക്ക് ചെയ്ത ഫ്ലാറ്റിന്റെ പ്രോജക്റ്റ് അടുത്ത മാസം നടത്താനായിട്ട് പൈസയില്ല, അവർ ക്യാഷ് ഫ്ലോ ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരറിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ടായിരുന്ന ഉത്തരം, ഇതിന്റെ ഉത്തരവ് അവർ തരുന്നായിരുന്നു. ഒരു കസ്റ്റമറിനോട് പറഞ്ഞ് അങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, എന്റെ ഇൻസ്റ്റാൾമെന്റ് നേരത്തെ എടുത്തോ എന്നാണ്. അപ്പൊ കസ്റ്റമറാണ് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നത്, കസ്റ്റമറാണ് നമുക്ക് വഴികാട്ടിയാവുന്നത്, കസ്റ്റമറാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. കസ്റ്റമർ ഇല്ലാതെ ഒരു പ്രൊഡക്റ്റിനും മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല.